കസ്തൂരി തേടി നടന്ന ഒരു കസ്തൂരിമാൻ. യഥാർത്ഥത്തിൽ തൻ്റെ ശരീരത്തിൽ തന്നെയായിരുന്നു ആ കസ്തൂരി. അതുപോലെയാണ് നാം ഏവരും സന്തോഷത്തിനും സമാധാനത്തിനുമായി എവിടെയൊക്കെയോ തിരഞ്ഞു നടക്കുകയാണ്. യഥാർത്ഥത്തിൽ എവിടെയാണ് സന്തോഷം, എവിടെയാണ് സമാധാനം? അത് നമ്മുടെ കൈകളിൽ തന്നെയല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. അവനവൻ്റെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും താക്കോൽ അവരവരുടെ കൈവശം ഭദ്രമായിരിപ്പുണ്ട്. പണത്തിലാണോ യഥാർത്ഥത്തിൽ സമാധാനം വസിക്കുന്നത്? അതോ ബന്ധങ്ങളിലോ? ഇവയെല്ലാമുണ്ട്, എന്നാലും എന്തുകൊണ്ടാണ് സന്തോഷം ലഭിക്കാത്തത്? അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും താക്കോൽ നമ്മുടെ മനസ്സിൽ തന്നെയാണ് ഉള്ളത്. മനസ്സാണ് പ്രധാനം. നാം മനസ്സിനോട് എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അത് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലും വന്നു ചേരുന്നത്. മനസ്സിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങൾ കൈവരിക്കണമെങ്കിൽ മനസ്സിനെ നമ്മുടെ വരുതിയിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും താക്കോൽ വേറൊരാളെ ഏൽപ്പിക്കേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. നമ്മുടെ മനസ്സിൻ്റെ താക്കോൽ നമ്മുടെ കൈകളിൽ തന്നെ സുരക്ഷിതമായി വെക്കേണ്ടതാണ്. ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ, മാജിക് ഓഫ് മൈൻഡ്, അങ്ങനെ ഒത്തിരി കേട്ടു പഴകിയ വാക്കുകളുണ്ട്. യഥാർത്ഥത്തിൽ ഇവ വാസ്തവമാണോ? തീർച്ചയായും വളരെയധികം വാസ്തവമേറിയതാണ്. നമ്മുടെ ഇച്ഛാശക്തിയാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്. അതിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. ആഗ്രഹിക്കൂ, കുന്നോളം തന്നെ ആഗ്രഹിക്കൂ. അതിനോടൊപ്പം കഠിനമായ പ്രയത്നവും അത്യാവശ്യമാണ്. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും വിജയവും സന്തോഷവും സമാധാനവും വന്നു ചേരും എന്നുള്ളതിൽ തർക്കമില്ല.